ഇതാരപ്പത് കണ്ണേട്ട മീശിന്താടൊക്കെ വടിച്ചിട്ട് ചെറിയ കോളേജ് പിള്ളേരെ പോലെ. എന്തായാലും ബിഗ് ബോസിൽ വന്നിട്ട് സീക്രട്ട് ഏജന്റ് ആകെ ആള് മാറിപ്പോയി. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഫാൻസ് ഓൺ കോൺടെസ്റ്റിൽ എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് തെറ്റായിട്ട് ഉത്തരം പറയണം. അതിന് ജനങ്ങൾ തെരഞ്ഞെടുത്തത് നോറയാണ്. ടാസ്ക് ലെറ്റർ വായിച്ചതും അൻസിപ്പ് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, സാധാരണ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ഇതിനായി പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഉണ്ടാവും. പിന്നീട് വീട്ടുകാരെല്ലാം കൂടി അങ്ങോട്ട് ആറാടുകയാണ് ചെയ്തത്. നോറയെ അങ്ങ് റാഗിങ് ചെയ്ത് കൊന്നെടുത്തു. സിജോ ആകട്ടെ, ജാസ്മിൻ ആകട്ടെ, ജിൻഡോ ആകട്ടെ, അപ്സര ആകട്ടെ, അൻസിബ ആകട്ടെ, നോറയെ എന്തൊക്കെ പറയാൻ പറ്റോ അതൊക്കെ പറയുകയും നോറയിൽ നിന്ന് സത്യങ്ങൾ പിഴുതെടുക്കുകയും ചെയ്തു. അതിൽ അൻസിബ ചോദിച്ച ചോദ്യമാണ് നോറയ്ക്ക് ശരിക്കും കൊണ്ടത്. സ്വന്തം വീട്ടുകാരെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പിച്ച് ചീന്താൻ ഇട്ടുകൊടുത്തിട്ട് വിക്ടിം കാർഡ് കളിക്കുകയല്ലേ നോറ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇത് ചോദിച്ചപാടെ നോറയുടെ കൺട്രോൾ അങ്ങ് പോയി. മരിച്ചു പോയാലും എന്നെ കാണണ്ട എന്ന് പറഞ്ഞ എന്റെ വാപ്പ ഈ പടി കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നോറ പറയുകയും ആ സ്നേഹമുള്ള വാപ്പയാണ് നീ ക്യാമറ നോക്കി കുറ്റം പറഞ്ഞതെന്ന് അൻസിബ തിരിച്ചു പറയുകയും ചെയ്തു. അതിന്റെ ജിൻഡപ്പം കയറി വന്നിട്ട് ടാസ്ക് ചെയ്യടി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു സീൻ ഉണ്ടാക്കിനി. ഒരു കാര്യം ഉണ്ടായിട്ട. അതിനിടെ ജാസ്മിൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു കേട്ടോ. അത് നല്ലൊരു ചോദ്യമായിരുന്നു. നോറ ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം നിലപാടുകളാണ് സഞ്ചിയിലാക്കി കൊണ്ടുവന്നതെന്ന്. അതിന് നോറ ആൻസർ പറയുന്നപ്പോ ഓപ്ഷൻ വേണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്തായാലും കോമഡി ആയിട്ടുണ്ട്. ജാസ്മിൻ കാലാക്കി. ആകെ മൊത്തം നോറയ്ക്ക് ഇന്ന് മോശം ദിവസമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം വീട്ടുകാരെ കുറ്റം പറഞ്ഞത്, സ്വന്തം വാപ്പയെ കുറ്റം പറഞ്ഞതൊക്കെ വീട്ടിലെ മത്സരാർത്ഥികൾ മൊത്തമായിട്ട് അറിഞ്ഞു. അപ്പോ അതിനൊരു പോയിന്റാക്കി എടുത്ത് നോറയ്ക്കെതിരെ പ്രയോഗിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതിൽ എനിക്ക് തോന്നി എന്ന് വെച്ചാൽ നോറയ്ക്ക് നോറയുടേതായ പേഴ്സണൽ കാര്യമുണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം നോറയുടെ വാപ്പ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയുകയും ചെയ്യില്ല. അത് അറിയുന്നത് നോറയ്ക്ക് മാത്രമാണ്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്ന ആ വാപ്പയെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ വാപ്പയെ കുറ്റം പറയുമ്പോൾ വീട്ടിലുള്ള മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും വേറെ രീതിയിൽ ചിന്തിക്കാൻ തോന്നും. ഒന്നുകിൽ നോറ ആ വാപ്പയെ കുറിച്ച് ബിഗ് ബോസ് ഹൗസിൽ മിണ്ടാതിരുന്നിരിക്കണം. ഇപ്പൊ വാപ്പയെ കുറ്റം പറഞ്ഞതോടെ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം ഇതൊരു പോയിന്റായി എടുത്ത് നോറയ്ക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്. അതിൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല. താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നോറ. അതിനിടയിൽ ജാസ്മിൻ ഒരു കളി അങ്ങ് കളിച്ച് ഡസ്റ്റ്ബിൻ പോയതിന്റെ മെയിൻ കാരണം നോറയാണ് സ്ഥാപിക്കാൻ വേണ്ടി ഡസ്റ്റ്ബിൻ എപ്പോഴാണോ ആരുടെ ടൂളാണോ ആയിക്കൊണ്ട് മാറിയത് അതുകൊണ്ടാണ് രശ്മിൻ പോയതെന്നൊരു ഡയലോഗ് കളിച്ചു. ഇത് കയ്യോടെ പൊളിച്ച് സായി അതങ്ങ് പൊളിച്ച് കലക്കി ജാസ്മിന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. രശ്മിൻ എന്ന വ്യക്തി ടൂളായതുകൊണ്ട് മാത്രമല്ല പുറത്തു പോയത്, അവൾ ഫ്രണ്ട്ഷിപ്പിൽ ഓവറായി വിശ്വസിച്ചതുകൊണ്ടും ഇഷ്ടപ്പെട്ടത് കൊണ്ടുമാണ് പുറത്തു പോയത്. ഇത് സായി പറഞ്ഞത് ഒരു പ്രത്യേക ടൂണിലാട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അടുത്തൊരു ടാസ്ക് ആയിരുന്നു കട്ടപ്പ. ഓരോ ടീമിനും ഓരോ ബോർഡ് വീതം നൽകും. അതിൽ 2 ദ്വാരങ്ങൾ ഉണ്ടാകും. അതേപോലെ അവിടെ വെച്ചിട്ടുള്ള നീലക്കട്ടകളും ചുവപ്പുകട്ടകളും ശേഖരിച്ച് ആ ബോർഡിലെ ദ്വാരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. ഇതായിരുന്നു ടാസ്ക്. നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ കളിച്ചു. ടാസ്കിൽ വിജയിച്ചത് നെക്സ്റ്റ് ടീം ആയിരുന്നു. അടുത്തതും ഒരു ടാസ്ക് ആയിരുന്നു. കുറെ ബൗളുകളിൽ കടലാസ് കഷങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നു. അത് ഊതി ആ കടലാസ് കഷങ്ങൾക്ക് പുറത്തെത്തിക്കണം. ഇതായിരുന്നു ടാസ്ക്. എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. നന്ദനയ്ക്ക് ഊതിക്കഴിഞ്ഞതിന് ശേഷം ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി. എല്ലാവരും കൂടി ഉടനെ തന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി ചെയ്തു. അവസാനം ടാസ്കിൽ വിജയിച്ചത് നെക്സ്റ്റ് ടീം ആയിരുന്നു. അടുത്ത BBC6 ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്സരയാണ് ന്യൂസ് റീഡറായിട്ട് അവതരിപ്പിച്ചത്. സിജോയും സായും ന്യൂസ് റിപ്പോർട്ടറുമായിട്ടും അവതരിപ്പിച്ചു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെയാണ് വീട്ടിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ന്യൂസാണ് വായിച്ചിരുന്നത്. ഒരു ട്രോള് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ ചിരിക്കാനും ഉണ്ടായിരുന്നു. രാത്രിയായപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അതിൽ ജാസ്മിന്റെ നല്ലൊരു പെർഫോമൻസ് കാണാനുണ്ടായിരുന്നു. ജാസ്മിൻ അപ്സരയെയും നോറയെയും അതേപോലെ നന്ദനെയും ആക്ട് ചെയ്ത് കാണിച്ചായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൽ നോറയെ കാണിച്ചത് പെർഫെക്റ്റ് ആയിരുന്നു. വെറുത്ത് കുട്ടിശങ്കറിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ വെറുത്ത് ജാസ്മിനെ ഇനി എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ജാസ്മിന്റെ ഉപ്പ വന്നതിൽ പോയതിനു ശേഷം ജാസ്മിൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ടാസ്കുകളിൽ മിന്നുന്ന പ്രകടനമൊന്നും കാഴ്ചവെച്ചില്ലെങ്കിലും സായിയെയും നോറയെയും അവരുടെ ക്യാരക്ടറുകൾ പൊളിക്കാൻ വേണ്ടി ജാസ്മിൻ നടത്തിയ പരിശ്രമങ്ങളൊക്കെ ബലവത്താകുകയായിരുന്നു. അതേപോലെ പോയിന്റ് വെച്ച് സംസാരിക്കുന്നതിൽ ജാസ്മിൻ ഒരുപാട് മുന്നേറിയിട്ടുമുണ്ട്. ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.